പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L220 എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്ത് അവിടെ എപ്സൺ L220 പ്രിൻ്റർ ഡ്രൈവർ എന്നുള്ളത് ടൈപ്പ് ചെയ്താണ് സെർച്ച് ചെയ്യുക. അപ്പോൾ കുറേ വെബ്സൈറ്റുകൾ കാണിക്കും. ഇവിടെ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും epson.co.in ആണ് എപ്സൺ ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു, അത് ഓപ്പണായി വരും. വെബ്സൈറ്റ് ഓപ്പണായി വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യാനുള്ളത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വെർഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ടല്ലേ, അപ്പോൾ അത് അങ്ങനെ ഡിറ്റക്റ്റഡ് എന്ന് എഴുതി കാണിക്കുന്നതായിരിക്കും നിങ്ങളെ വെർഷൻ വരിക. അപ്പോൾ അത് സെലക്ട് ചെയ്താണ്ട് ഈ ജസ്റ്റ് അതിൻ്റെ അടുത്തുള്ള ഗോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ പേജ് ഒന്നുകൂടി റീലോഡ് ആവുന്നതാണ്. റീലോഡ് ആയി കഴിഞ്ഞ് താഴെ കാണുന്ന ഡ്രൈവേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും, സ്കാനർ ഡ്രൈവറും പ്രിൻ്റർ ഡ്രൈവറും. നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് പ്രിൻ്റർ ഡ്രൈവറാണ്. അപ്പോൾ അതിൻ്റെ നേരെ കാണുന്ന ഈ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ ഈ താഴെ കാണുന്ന അക്സെപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡ് ആവുന്നതാണ്. ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് അക്സെപ്റ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. നമ്മളെ ഫയൽ മുകളിൽ ഡൗൺലോഡ് ചെയ്ത് നടക്കുന്നത് കാണാൻ സാധിക്കും. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ആ ഡൗൺലോഡ് ചെയ്ത ഫയലിൻ്റെ അവിടെ പോയി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഫയൽ ഓപ്പണായി വരുന്നത് കാണാം. ഇവിടെ ഈ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ചോദിക്കുന്നത് നമ്മുടെ ലാംഗ്വേജാണ്, അത് സെലക്ട് ചെയ്താണ്ട് ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ അഗ്രി എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ കാണുന്ന ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫയൽ ഏകദേശം ഡൗൺലോഡ് ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക, നിങ്ങൾ USB കേബിൾ ആൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ റിമൂവ് ചെയ്യണം. ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അവസാന ഭാഗത്ത് കണക്ഷൻ മെത്തേഡ് ചോദിക്കും. അപ്പോൾ മാത്രമേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. യെസ്, കണക്ഷൻ മെത്തേഡ് ചോദിച്ചിട്ടുണ്ട്. ആ നെറ്റ്വർക്ക് കണക്ഷൻ വെറുതെ കൊടുത്തതാണ്, കാരണം ഈ പ്രിൻ്ററിന് നെറ്റ്വർക്ക് വരുന്നില്ല. അപ്പോൾ USB കണക്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഈ സമയത്താണ് നമ്മൾ പ്രിൻ്ററും കമ്പ്യൂട്ടറും നമ്മൾ USB കേബിൾ കണക്ട് ചെയ്യേണ്ടത്. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മെസ്സേജ് കാണിക്കുന്നത് കാണാൻ സാധിക്കും. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റഡ് പറഞ്ഞാണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഓക്കെ, യെസ്, ഇൻസ്റ്റാളേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ താഴെ കാണുന്ന ഓക്കെ എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവുന്നതാണ്. ഇനി നമ്മൾ ചെയ്ത പ്രോസസ്സ് കംപ്ലീറ്റഡ് ആണോ അല്ലേ അറിയാൻ വേണ്ടി ജസ്റ്റ് ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് പ്രിൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് കൺട്രോൾ പാനലിൽ ഒരു ടെസ്റ്റ് പേജ് പ്രിൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്തു. അതിൽ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് എടുക്കുക. ഇവിടെ കണ്ടില്ലേ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് എന്നുള്ള ഓപ്ഷന്, അത് ഓപ്പൺ ചെയ്യണം. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ഓപ്പണായി വരും. എൻ്റെ ലാപ്പിൽ ഞാൻ കുറേ പ്രിൻ്ററുകൾ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ കുറേ ലിസ്റ്റ് കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ ഇവിടെ എപ്സൺ L220 സീരീസ് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് കളറായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്നുള്ള ഒരു ഓപ്ഷൻ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്ററിലേക്ക് കമാൻഡ് പാസ് ചെയ്യുന്നതാണ്. പ്രിൻറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതുവരെ പ്രിൻറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത പ്രോസസ് എല്ലാം കംപ്ലീറ്റഡ് ആണെന്നുള്ളതാണ്. നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.